അപ്പോൾ നമ്മൾ സ്വർണ്ണ നഗരിയൊക്കെ കണ്ടിട്ട് നേരെ പോകുന്നത് പുഷ്കർ തടാകം കാണുവാനാണ്. ഇപ്പോൾ നമ്മുടെ സൈഡിൽ കാണുന്നതാണ് അനാസാഗർ ലേക്ക്. കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ വിശദമായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പക്ഷികളെല്ലാം വന്ന് അവിടെ നിറഞ്ഞിരിപ്പുണ്ട്. നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ്. ഇപ്പോൾ വാഹനം ആരവല്ലി പർവ്വത നിര കയറിയിട്ടുണ്ട്. സാധാരണ ഒരു ടൂറിസ്റ്റ് ബസ്സാണ്. അത് ലൈൻ ബസ്സായിട്ട് കൺവേർട്ട് ചെയ്തിങ്ങനെ ഓടുന്നതാണ്. ഇതിൽ നമുക്ക് ടിക്കറ്റൊന്നും ലഭിക്കില്ല. ഇവർ വന്ന് നമ്മുടെ 20 രൂപ വാങ്ങും, പോകും. അജ്മീർ നഗരത്തിൽ നിന്നും ഏകദേശം ഒരു 15 കിലോമീറ്റർ അത്രയേ ഉള്ളൂ ദൂരം. ഈ മലനിരകളൊക്കെ കയറി നേരെ ചെല്ലുന്നത് ആ ബസ് സ്റ്റാൻഡിനുള്ളിലേക്കാണ്. പുഷ്കർ ബസ് സ്റ്റാൻഡിലാണ്. പുഷ്കർ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഒരു തകർന്ന ബസ് സ്റ്റാൻഡാണ്. ഒരു അടുക്കും ചിട്ടയില്ലാതെ ഇങ്ങനെ കുറേ കച്ചവടക്കാരും കുറേ പശുക്കളും കുറേ ബസ്സുകളുമായിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡ്. പുഷ്കർ ബസ് സ്റ്റാൻഡിലാണ് ഇറങ്ങിയത്. ഇവിടുന്ന് പുഷ്കർ ലേക്കിലേക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. പുഷ്കറിൻ്റെ അടുത്ത് മരുഭൂമി പോലെ പ്രദേശങ്ങളുണ്ട്. അവിടെ ക്യാമൽ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നില്ല. അതിനൊക്കെ പറ്റിയ പ്രദേശം ജയ്സൽമീറാണ്. 2-3 ദിവസത്തിനകം ജയ്സൽമീറിലെത്തും. അപ്പം അവിടെ അതൊക്കെ ചെയ്യാം. പുഷ്കർ ലേക്കിലേക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങ് നടക്കാമെന്ന് കരുതി. പുഷ്കറിലൂടെയും അജ്മീറിലൂടെയും നടന്നപ്പോൾ കണ്ടതാണ്, എല്ലാ കടകൾക്ക് ഫ്രണ്ടിലും ഇതുപോലൊരു ക്യാൻ കാണും. ആ ക്യാനിൽ വെള്ളവുമുണ്ട്. നമുക്ക് ആവശ്യമുള്ളവർക്ക് വെള്ളമൊക്കെ എടുത്ത് കുടിക്കാം, മുഖമൊക്കെ കഴുകി നടക്കാം. മരുഭൂമി ആയതുകൊണ്ടാവാം ഇങ്ങനെ. പക്ഷേ ഇപ്പോഴതിൻ്റെ ആവശ്യമില്ല. നല്ല തണുത്ത കാലാവസ്ഥയാണ്. 2:30 ആയിരിക്കുന്ന സമയം. പക്ഷെ നല്ല തണുപ്പാണ്. നിരവധി വിദേശികളെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് നടന്ന് നേരെ പുഷ്കർ തടാകത്തിലെത്തി. ഇത് ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ് പുഷ്കർ തടാകം. ഇതെല്ലാം ഘാട്ടെന്ന് പറഞ്ഞാൽ നടകൾ എന്നാണ് അർത്ഥം. നമ്മുടെ ഗംഗാതീരമൊക്കെ പോലെ തന്നെ പഴയ കുറേ നിർമ്മിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പഴയ കെട്ടിടങ്ങളാണ്. ചെറിയൊരു ലേക്കാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ലേക്കിനെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ലേക്കാണ്. ഘാട്ടുകളാണെല്ലാം. പുഷ്കർ ലേക്ക് കാണണമെന്നുള്ള ആഗ്രഹവുമായിട്ടാണ് വന്നു ചാടിയത്. പക്ഷേ ഇവിടെ ഒരു എന്താ പറയുക, ചെറിയൊരു ഗംഗാ തീരത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയുണ്ട്. ആ ഘാട്ടുകളും ആ ബിൽഡിങ്ങുകളും എല്ലാം നോക്കുമ്പോൾ ചെറിയൊരു ഗംഗാതീരം അതുപോലെ തന്നെ ഇരിക്കുന്നൊരു സ്ഥലമാണ്. പുഷ്കർ തടാകത്തെക്കുറിച്ച് ഹിസ്റ്ററി ഒന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. വളരെ വലിയൊരു ഹിസ്റ്ററിയാണ്. BC നൂറ്റാണ്ട് കാലഘട്ടത്തിലുണ്ട്. അത് നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പുള്ള ഒരു തടാകമാണിത്. അതിനുശേഷമാണ് അണക്കെട്ടൊക്കെ അവിടെ വന്നത്. അതിനുശേഷമാണ് ഇതിനെ ഒരു കൃത്രിമ തടാകം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. നമ്മുടെ എന്താ പറയുക, രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ പുഷ്കർ തടാകത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇതെല്ലാം ഘാട്ടുകളാണ്. ഈ ഘാട്ടുകൾക്കെല്ലാം ആരാധനാലയ കേന്ദ്രങ്ങളുണ്ട്. പുഷ്കർ തടാകത്തിന് ചുറ്റും ഏകദേശം 500ഓളം ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഉണ്ടായിരിക്കാം. പക്ഷെ 500 വിസിറ്റ് ചെയ്യാനോ കാണുവാനുള്ള സമയം നമുക്കില്ല. നമ്മളിതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കുക, അതിൻ്റെ ചരിത്രങ്ങളൊന്നും മനസ്സിലാക്കുക, അതിനുശേഷം ഇവിടുന്ന് നേരെ വിടുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം വന്നതാണ്. അത് BCയിൽ ഇതിനെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ തെളിവുകളുണ്ട് കേട്ടോ. വ്യക്തമായ തെളിവുകളെന്ന് പറഞ്ഞാൽ അന്നത്തെ നാണയത്തുട്ടുകളിലൊക്കെ പുഷ്കർ തടാകത്തെക്കുറിച്ച് വർണ്ണിച്ചിരുന്നു. എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന പണി. അരയന്നങ്ങളാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ കുറേ അരയന്നങ്ങൾ തന്നെയാണ്. അവരിങ്ങനെ പോകുന്ന നമുക്ക് കാണാം. നല്ല രസമാണത് കാണുവാൻ. ഇവരിങ്ങനെ തടാകത്തിലൂടെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ പുറകെ ഒരു താറാക്കുഞ്ഞ് പോകുന്നുണ്ട്.
ഇത് താറാവാണോ? തുഴഞ്ഞ് ചെറിയൊരു മണ്ഡപമൊക്കെ ഉണ്ട്. ഇതിവിടെ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പം അതിനുള്ള ആരതികൾക്കും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയുള്ളതാണ്. നമുക്കിത് കാണുമ്പോൾ ഒട്ടും ഒന്നും തോന്നുന്നില്ല, എങ്കിലും ഒരുപാട് വിദേശികൾ ഇവിടെ വന്ന് തങ്ങുന്നുണ്ട്. അവരിവിടെ സ്ഥിരതാമസമാക്കിയ ഒരുപാട് വിദേശികളുമുണ്ട്. മണികർണഘാട്ട്, ഗംഗ, കാശി അതുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഇതും ഏകദേശം ഒരേ ലെവലിൽ നിൽക്കുക. നമ്മൾ ചെറുതായി കാണുന്നുവെങ്കിലും ഏകദേശം ഒരേ ലെവലിൽ നിൽക്കുന്ന പുണ്യമായ പരിപാവനമായ ഒരു സ്ഥലം തന്നെയാണ് പുഷ്കർ എന്നും. അപ്പോൾ പുഷ്കർ സന്ദർശിക്കുവാൻ ഭാഗ്യം കിട്ടി. ഇനി പുഷ്കറിൽ നിന്നും നേരെ അജ്മീറിലേക്ക് പോവുകയാണ്. തിരികെ ജയ്സൽമീറിലേക്കാണ്. ഒരു ബസ്സാണ്, ചെറിയൊരു ടൂറിസ്റ്റ് ബസ്. ഇവിടേക്കാണെന്നൊക്കെ ഡ്രൈവർക്ക് ഇരിക്കാൻ സ്ഥലമില്ല. ഗിയർ ബോക്സിൻ്റെ മണ്ടയിലും അതിലൊക്കെ ആൾക്കാരാണ്. വോൾവോയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു കാഴ്ച. ഇടയ്ക്ക് ഇതുപോലെ മോട്ടൽ, അതായത് നമുക്ക് റെസ്റ്റ് ഒക്കെ എടുക്കാനുള്ള സ്ഥലമാണ്.